പണ്ടൊക്കെ നീലം തന്നെ മുക്കിയത്. ഇപ്പം നീലൊക്കെ ആദ്യം ഇവിടെയുള്ള വിൽക്കും, എല്ലാ പീടികളിലും വിൽക്കും. ഇപ്പം നീലം മുക്കല്ല. ഇതാ നീലം മുക്കാത്ത കാരണം ഇതാണ്, വാങ്ങൂല ആൾക്കാർ. വാങ്ങുന്ന കൂട്ടരെ വാങ്ങുകയുള്ളൂ. നീലത്തിന് ആവശ്യമുള്ള കൂട്ടർ നീലം വാങ്ങാതെ കഴിയില്ല. ആ നീലം തന്നെ വേണം. നമുക്കൊരു കഥ പറയാം. ഒരു ചെറിയ ചെടിയുടെ കഥ, നീലത്തിൻ്റെ കഥ. രാജ്യം പാരതന്ത്ര്യത്തിൻ്റെ ചെങ്ങല പൊട്ടിച്ച ചരിത്രം. സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള കഥകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആണല്ലോ അല്ലേ? 1917 ഗാന്ധിജി ചമ്പാരൻ എന്ന സ്ഥലത്ത് വെച്ചാണ് നീല സത്യാഗ്രഹം ആരംഭിച്ചത്. നീലം എന്ന് പറഞ്ഞാൽ എന്താണ്? നീലം എന്ന് പറയുന്നത് ഒരു ചെടിയാണ്. അതായത് ഈ കൃത്രിമ ചായങ്ങളൊക്കെ വരുന്നതിന് മുൻപ് തന്നെ തുണികൾക്ക് നിറം കൊടുക്കാൻ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു പൊടിയായിരുന്നു നീലം പൊടി. ഈ നീലം ചെടിയുടെ പൂവിൽ നിന്നാണോ നീലം ഉണ്ടാക്കിയിരുന്നത്? അല്ല, ആ ചെടിയെ മൊത്തമായി സംസ്കരിച്ചെടുത്തിട്ടാണ് നീലം പൊടിയെ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത്. പണ്ട് വിഭജനത്തിനു മുമ്പ് ഇന്ത്യയിലുടനീളം നീലം കൃഷി ചെയ്തിരുന്നു. ബംഗാളിൽ, ഔധിൽ, മധ്യേന്ത്യയിൽ, തെന്നിന്ത്യയിൽ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് തിളങ്ങാൻ നീലം വേണം. അമേരിക്കൻ നീലം കിട്ടാതായി. അങ്ങനെ ഇന്ത്യ ബ്രിട്ടന്റെ നീലം തോട്ടമായി. ഇതിനുമുമ്പ് ചമ്പാരനിൽ വേറൊരു ചരിത്രമുണ്ട്. അത് വലിയ കറുപ്പ് ഉൽപ്പാദന കേന്ദ്രമായിരുന്നു. അപ്പോൾ അവിടുത്തെ കറുപ്പ് ഗോഡൗണിൻ്റെ മാനേജറായിരുന്നു ഈ പ്രസിദ്ധ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ജോർജ് ഓർവെലിൻ്റെ അച്ഛൻ. അപ്പോൾ കറുപ്പിന് ശേഷം അങ്ങനെ ഈ ഇതിലുള്ള പ്ലാന്റേഷൻ ക്രോപ്സ്, നാണ്യവിളകളുടെ ഒരു സ്ഥലമായിരുന്നു. ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നത് ഈ പറയുന്ന രീതിയിലേക്കുള്ള അധിനിവേശത്തിൻ്റെയും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റോ മെറ്റീരിയൽ വേണം. ബേസിക് അടിസ്ഥാനം തന്നെ എന്താണ്? സാമ്പത്തികമാണ്. കാരണം ചീപ്പായിട്ടുള്ള റോ മെറ്റീരിയൽസ് അവൈലബിൾ ആവണം. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്ത് ചെയ്യുന്നു? ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലാണ്. അതിനാണ് അവരിവിടെ വന്നത്. ഉഴുതിട്ട മണ്ണിൽ വിത്തിട്ടാൽ നീലം മുളയ്ക്കും, വേഗം വളരും, 1 മീറ്ററോളം പൊക്കം വയ്ക്കും. അധികം വളം വേണ്ട. വർഷത്തിൽ 3 തവണ വിളവെടുക്കാം. മുഴുവൻ ചെടിയും സംസ്കരിച്ച് വ്യാവസായിക ആവശ്യത്തിനുള്ള നീലമെടുക്കുന്നു. செடி எடுத்துன்னு போயிட்டு தண்ணியில் போட்டு ப்ரெஸ் பண்ணி ஒரு நாள் அப்படி வச்சுருவோம். வச்சுட்டு அதில் வர எக்ஸ்ட்ராக்ட், அதில் வர அந்த அந்த இந்த க்ரீன் கலரில் ஒரு எக்ஸ்ட்ராக்ட் வந்து செடியிலேருந்து தண்ணிக்கு வந்துடும். அந்த தண்ணியை வந்து நாங்கள் ஆக்சிடைஸ் பண்ணுவோம். ஆக்சிடைஸ்னால் காலால் உதச்சோ இல்லை மிஷினாலேயோ வந்து ஆக்சிடைஸ் பண்ணால் அந்த பச்சை கலர் தண்ணி வந்து நீல கலர் தண்ணியாக மாறிடும். அந்த நீல கலர் தண்ணியோட செடிமெண்ட் தான் வந்து இண்டிகோ எக்ஸ்ட்ராக்ட். அதுதான் வந்து துணிக்கு போடுற சாயம். അക്കാലം നീലം മുക്കിയ തുണികൾ അന്തസ്സായി മാറി. ഗ്രീക്ക്, റോമൻ സാമ്രാജ്യങ്ങൾ ഇന്ത്യൻ നീലത്തെ അറിഞ്ഞു. നീലത്തിന് ലോകവിപണിയിൽ ഡിമാൻഡ് കൂടി. നീലം പ്രഭുത്വത്തിൻ്റെ അടയാളമായി. വെള്ളക്കാർ നാട്ടുകാരെ നിർബന്ധിച്ചു, ധാന്യത്തിന് പകരം നീലം കൃഷി ചെയ്യണം. ആ നീലം കാലത്ത് ഒരു കല്ലുപോലും ബ്രിട്ടീഷുകാർ വെറുതെ ഇട്ടില്ലെന്ന് ചരിത്രം. കർഷകർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വായ്പ കൊടുത്തു. വായ്പയെടുത്തവർ ആജീവനാന്ത കടക്കാരായി മാറി.
ജന്മിത്വം വേറെ പല രീതിയിലുമായിട്ട് ഇവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പട്ടയധാരി എന്നുള്ള ഒരു സിസ്റ്റമാണ് അവിടുത്തെ കൾട്ടിവേഷൻ. അതായത് ഭൂമി ജന്മിയുടെ ആയിരിക്കും, ഇത് കൃഷി ചെയ്യുന്ന വേറൊരാളായിരിക്കും. എന്നിട്ട് അതിൻ്റെ വിളയുടെ ഒരു പങ്ക് നിയമം അനുസരിച്ച് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ അവിടെ നിയമമൊക്കെ നടക്കുന്നുമില്ല. അപ്പം വലിയൊരു പങ്ക് ജന്മിക്ക് തിരിച്ചു പോകണം. വളരെ ശക്തരായ ജന്മികളുടെ സ്ഥലമാണ് ചമ്പാരൻ. ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചിട്ടുള്ള ഓരോ പെട്ടിയിലും കർഷകരുടെ രക്തം പുരണ്ടിരുന്നു എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്രയധികം മർദ്ദനങ്ങൾ സഹിച്ചുകൊണ്ട്, അത്രയധികം ചൂഷണങ്ങൾ സഹിച്ചുകൊണ്ട്, ഓരോ 20 ബീഘയിലും 3 ബീഘ വീതം നീലം കൃഷി ചെയ്തുകൊണ്ട്. അപ്പോൾ അന്നത്തെ കർഷകരുടെ സ്ഥിതി അത്യധികം ചൂഷണങ്ങളുടെ ഒരു കഥയാണ് അന്നത്തെ കർഷകർക്ക് പറയാനുണ്ടായിരുന്നത്. നീലത്തിന് ഇംഗ്ലീഷുകാർ വിലയിട്ടു. കർഷകന് വിപണി വിലയുടെ വെറും 2.5% മാത്രം. ആണും പെണ്ണും അടങ്ങുന്ന കുടുംബത്തിന് പരമാവധി 3/4 ചക്രം കൂലി. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ ഇറക്കുമതി ചെയ്ത നീലത്തിൻ്റെ 90% ഇന്ത്യയിൽ നിന്ന്. റോയൽ ബ്രിട്ടൻ്റെ നാവികസേനയും കരസേനയും പോലീസുകാരും പോസ്റ്റ്മാനുമെല്ലാം ആ നീല നിറത്തിൽ തിളങ്ങി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നീലം പിടിച്ചെടുത്തു. തടസ്സം പറഞ്ഞവർക്ക് തല്ലുകിട്ടി. അസംഘടിതനായ കർഷകൻ കണ്ണീരൊഴുക്കി. അവരെ കേൾക്കാൻ, ആശ്വസിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. അന്നേരം ഗാന്ധിജി വന്നു. (1917) ബീഹാറിലെ ചമ്പാരൻ്റെ സങ്കടങ്ങളിലേക്ക്. इतनी भीड़ किस लिए? मैं नहीं जानता सर. चलो बाबू, ऑटो बाबू, हटा रास्ते से. कौन हो आखिर तुम? मेरा नाम गांधी है, मोहनदास के गांधी. चलो बाबू, ऑटो बाबू, हटा रास्ते से. कौन हो आखिर तुम? मेरा नाम गांधी है, मोहनदास के गांधी. तुम जो कोई भी हो, तुम्हारी जरूरत नहीं है यहाँ. इसलिए कहता हूँ वापस चले जाओ इसी गाड़ी से अभी. इन्हें मेरी जरूरत है. ये याद रखो, गड़बड़ करोगे तो कैद होगे तुम. किस जुर्म के लिए? यहाँ कोई गड़बड़ नहीं चाहता मैं. अपने ही देश में घूमना फिरना तो कोई वजह नहीं हो सकती गड़बड़ की. അത് രാജകുമാർ ശുക്ല എന്ന് പറഞ്ഞ ഒരു കർഷകൻ്റെ നിർബന്ധപ്രകാരമാണ് അവിടെ എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഇന്ത്യയിൽ തന്നെ ഒരു കാർഷിക സമരത്തിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഏറ്റവും ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തുക, അവർക്ക് ഏതുവിധം സഹായം എത്തിക്കാൻ സാധിക്കുമോ അവരുടെ കൂടെ എങ്ങനെ നടക്കാൻ ടു ബി വിത്ത് ദം. ഇതിൽ നിന്ന് വേണം സ്വാതന്ത്ര്യ സമരം തുടങ്ങുക. അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു അധികാരം കൈമാറ്റം മാത്രമല്ല, അത് വേറൊരു സംഗതിയാണ്. വാസ്തവത്തിൽ അത് എത്തേണ്ടത് ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യർ. The British were so unpopular, so people were looking a way out. Gandhiji had given him out, Congress had given him out, but they did not see that the independence is round the corner. After Champaran, they began to hope that yes, it can be done through satyagraha and non-violence. അന്നോളം പ്രമേയം പാസാക്കി പിരിയലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രീതി.
ഞായറാഴ്ച കോൺഗ്രസിനെ ഗാന്ധിജി രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി. ജാതിക്കുശുമ്പും മതസ്പർദ്ധയും പോഷിപ്പിച്ച് അടിമകളെ തമ്മിലടിപ്പിച്ച ബ്രിട്ടീഷുകാരൻ്റെ കൗശലം ഗാന്ധിജി അറിഞ്ഞു. ചമ്പാരൻ യാത്രക്കിടെ ബാബു രാജേന്ദ്ര പ്രസാദിൻ്റെ വീട്ടിൽ ചെന്ന ഗാന്ധിജിയെ വേലക്കാർ കൂട്ടിത്തൊട്ട് അയിത്തമാവാതിരിക്കാൻ വീട്ടിൽ കയറ്റിയില്ല. ഗാന്ധിജി തിർഹുത്ത് ഡിവിഷൻ തലസ്ഥാനമായ മോത്തിഹാരിയിലെത്തി. പിന്നെ ചമ്പാരനിലേക്ക്. അതിനു മുമ്പേ സാധി പോലുള്ള നീലം ഫാക്ടറികളിലേക്ക് നീലം കൊടുക്കേണ്ടെന്ന് കർഷകർ അവിടെ തീരുമാനിച്ചിരുന്നു. ലോകം കണ്ട ഏറ്റവും ക്രൂരമായ പീഡനങ്ങളുമായി തോട്ടമുടമകൾ കർഷകരെ അടിച്ചമർത്തി. ആനപ്പുറത്താണ് ബേത്തിയായിലെ നീലം പാടത്തേക്ക് ഗാന്ധിജി തിരിച്ചത്. പാതിവഴിയിൽ പോലീസിന്റെ കൽപ്പന കിട്ടി, തിരിച്ചു പോകണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സത്യാഗ്രഹത്തിന്റെ ചരിത്രം പിറക്കുകയായി. പലയിടത്തും ഗാന്ധി എഴുതിയിട്ടുണ്ട്, ഒരു സമരവും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് ഇറ്റ് വിൽ നോട്ട് ബി എ റൈറ്റ്യസ് സ്ട്രഗിൾ എന്ന്. അതായത് ഒരു സമരം പ്രോഗ്രസീവ്ലി പോകണം, അതിൻ്റെ സാഹചര്യങ്ങളനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കണം, ഇവോൾവ് ചെയ്യണം. അത് ഗാന്ധി പരീക്ഷിച്ചത് ചമ്പരനിലാണ്. കൽപ്പന ഗാന്ധിജി വിനയപൂർവ്വം നിരസിച്ചു. അപ്പോൾ തന്നെ സമൻസ് കിട്ടി. പിറ്റേന്ന് തന്നെ വിചാരണ. വർത്തമാനം കാട്ടുതീ പോലെ പടർന്നു. ഗാന്ധിജിയെ തേടി ജനങ്ങൾ ഒഴുകിയെത്തി. മുറ്റവും തെരുവും നിറഞ്ഞു. കോടതി മുറിക്ക് അകത്തും പുറത്തും കർഷകർ. മുഷിഞ്ഞ മുഖങ്ങൾ ജ്വലിച്ചു. എന്തും സംഭവിക്കാമെന്നായി. അക്ഷോഭ്യനായി ഗാന്ധിജി. ആരും നിയമം ലംഘിക്കാതിരിക്കാൻ അദ്ദേഹം തന്നെ മുൻകൈയെടുത്തു. മഹാത്മാവ് ഇരമ്പുന്ന രോഷത്തിന്റെ കടലിനെ തൊട്ടു. തിരയടക്കി. കടൽ ശാന്തമായി. പുതിയ കാറ്റ് വീശി. കളക്ടറും മജിസ്ട്രേറ്റും പോലീസ് സൂപ്രണ്ടും വിസ്മയിച്ചു. എല്ലാവരും ഗാന്ധിജിയുമായി മൈത്രീഭാവത്തിലായി. ഗാന്ധി അവിടെ ചെന്നതോടുകൂടി തന്നെ 144 ഡിക്ലെയർ ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കി. വളരെ പ്രശസ്തമായ ഗാന്ധിയുടെ കോടതി സീനുകളുണ്ട്. I plead guilty. I am breaking the law, but I have to break the law. If I don't do it, I will be guilty before my conscience എന്നുള്ളത്. ആ ആർഗ്യുമെൻ്റ് അന്നേ തുടങ്ങിയതാണ്. ഇവിടെ മനസാക്ഷിയുടെ കോടതി എന്ന് ഗാന്ധി പറയുന്നത് ഈ കർഷകരുടെ കോടതിയാണ്, ജനങ്ങളുടെ മനസാക്ഷിയാണ്, ജനങ്ങളുടെ കോടതിയാണ്. അങ്ങനെയാണ് ഈ കർഷക സമരത്തിന് വലിയൊരു മാറ്റം ഉണ്ടാകുന്നത്. അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കോടതിയിലെ ജഡ്ജിമാർക്ക് ആദ്യം കിട്ടുന്ന അടിയാണ്. അവർക്ക് തന്നെ അറിയില്ല ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. സമാധാനപരമായ നിയമലംഘനത്തിൻ്റെ പാഠം പകർന്നു അന്ന് രാജ്യത്തിന് ചമ്പാരൻ. അഹിംസാമാർഗത്തിലുള്ള പോരാട്ടം ചമ്പാരനിലെ നീലക്കറ പുരണ്ട ഈറൻ മണ്ണിൽ പിറന്നു. സമരം കഴിഞ്ഞപ്പോൾ നാട്ടുകാരെ കൈയൊഴിഞ്ഞില്ല ഗാന്ധിജി. അദ്ദേഹം കിഴക്കൻ ചമ്പാരനിൽ തന്നെ തുടർന്നു.
സാമൂഹിക വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് നേതൃത്വം നൽകി. മനുഷ്യന് ആത്മവിശ്വാസം പകർന്നു നൽകി. ആത്മാഭിമാനവും. स्कूल बनाया यहाँ पर 3 और ले आया बम्बई से, गुजरात से टीचर्स ले आए. उसमें अपनी पत्नी को लाए, अपने बेटा, छोटे बेटा को लाए और सबको स्कूल में उसी पर बड़हरवा लखनसेन एक गांव है यहाँ ढाका के पास, उसका पहला विद्यालय बनाया. उसके बाद वेस्ट चंपारण में, बितकरवा में बनाया और मधुबन में बनाया स्कूल. तो 3 स्कूल बने. उसके बाद गांधी जी ने बेसिक एजुकेशन जो है ना, उसकी शुरुआत किया ताकि गांव-गांव में. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ മനുഷ്യർ മൃഗങ്ങളെക്കാൾ കഷ്ടത്തിലാണ് കഴിയുന്നതെന്ന് വേദനയോടെ ഗാന്ധിജി മനസ്സിലാക്കി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനുയായികളെ ഗാന്ധിജി അവിടെ കണ്ടെടുത്തു. രാജേന്ദ്ര പ്രസാദ്, അനുഗ്രഹ് നാരായൺ സിൻഹ, ആചാര്യ കൃപലാനി, ബ്രിജ് കിഷോർ പ്രസാദ്, മൗലാന മഷ്ഹറുൽ ഹക്ക്, രാംനവമി പ്രസാദ്, പ്രൊഫസർ മൽക്കാനി, എല്ലാവരും ഗാന്ധിക്കൊപ്പം നിന്നു. ഗാന്ധിജിയുടെ മനസാക്ഷി ഇന്ത്യയുടെ മനസ്സെന്ന് ബ്രിട്ടീഷുകാർ അറിഞ്ഞു. നീലംപാടത്തെ അടിമപ്പണിയായ തീൻകട്ടിയ അങ്ങനെ നിർത്തലാക്കി. ആ ഒരു വലിയ ഏരിയ, അത് ബീഹാർ മാത്രമല്ല, ഈസ്റ്റേൺ UP. അത് കഴിഞ്ഞിട്ട് വളരെ ലേറ്ററായിട്ട് നേപ്പാളിലേക്ക്, ചമ്പാരൻ്റെ അപ്പുറത്ത് നേപ്പാളിലെ റാണകൾക്കെതിരായിട്ടുള്ള സമരത്തിനും ചമ്പാരൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ശരിക്കും രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും അതിൻ്റെ പൾസ് ചമ്പാരനിലാണെന്ന് ഗാന്ധിജിക്ക് മനസ്സിലായ പോലെയാണ് പിന്നീടുള്ള ചരിത്രം തെളിയിക്കുന്നത്. നീലത്തിൻ്റെ ചരിത്രം നമ്മുടെ തന്നെ ചരിത്രമാണ്. ഇന്ത്യയുടെ സമരപഥം ചമ്പാരൻ നിർണയിച്ചു. അഹിംസ, സത്യാഗ്രഹം, സമാധാനപരമായ നിയമലംഘനം. 3 പതിറ്റാണ്ടിന് ശേഷം 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. So Champaran, as I told you, is a light in the darkness of slavery which prevailed at that time. ചമ്പാരൻ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ അടിമകളായിരുന്ന കാലത്തെ. സ്വന്തം മണ്ണിൽ ഇഷ്ടമുള്ളത് കൃഷി ചെയ്യാൻ പറ്റാത്ത കാലം, വിളവിന് വില പറയാൻ പാടില്ലാത്ത കാലം, ജാതിപിശാച് കൊടികുത്തിയ കാലം, മൃഗങ്ങളെപ്പോലെ നമ്മൾ ജീവിച്ച കാലം. നീലം സത്യാഗ്രഹത്തിന് ഇത് ശതാബ്ദി വേള. ചമ്പാരൻ ഒരു പ്രതീകമാണ്. ചമ്പാരൻ മാത്രമല്ല, ഇന്ത്യൻ ഗ്രാമങ്ങളെ തന്നെ നമ്മൾ ഓർക്കാറില്ല. ഇന്ത്യൻ ഗ്രാമങ്ങളെ, ഗ്രാമീണരെ ഒന്നും ഓർക്കാറില്ല നമ്മൾ വളർച്ചയെക്കുറിച്ച് പറയുന്ന സമയത്ത്. വളർച്ച എന്നതിൻ്റെ ആ ആശയം തന്നെ ഇപ്പോൾ വളരെയധികം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുടെ ഓരോ വളർച്ചയുടെ ഓരോ കാര്യവും ആഗോള വിപണിയാണ് നിശ്ചയിക്കുന്നത്. ഗാന്ധിജിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, നമ്മളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സ്വാതന്ത്ര്യം. ചമ്പാരൻ ഇംഗ്ലീഷുകാരനെ ആഞ്ഞു ശപിച്ച കാലത്ത് ലോകം ശാസ്ത്രീയമായി മുന്നേറി. ജർമ്മനിയിൽ അഡോൾഫ് വോൺ ബയർ സിന്തറ്റിക് നീലം വികസിപ്പിച്ചു. 1897 ലോകത്ത് ചെടികളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് വ്യവസായശാലകളിലെത്തിയത് 19,000 ടൺ നീലമായിരുന്നു. 1914 ആയപ്പോഴേക്കും അത് 1000 ടണ്ണായി കുറഞ്ഞു. ഇന്ന് പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് 20,000 ടണ്ണോളം സിന്തറ്റിക് നീലം. ചമ്പാരനിൽ ഇന്ന് നീലമില്ല. രാജ്യത്ത് കുറച്ചിടത്തേ നീലം കൃഷിയുള്ളൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വേരുറച്ചത് നീലത്തിൻ്റെ വേരുപറിച്ചാണ്. അനേക ശതം കർഷകർ കണ്ണീരും ചോരയും ഒഴുക്കി. ഇന്ത്യ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞു. ഓർക്കാനുണ്ട് നീലത്തെപ്പറ്റി ഒരുപാട്. അറിയണം, നീലം ഒരു ചെടിയല്ല, സമരത്തിൻ്റെ നിറമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെയും.